ഇനി അടുത്തത് അമോർഫസ് കാർബൺ. എന്താണ് അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞാൽ? അതായത് കാർബണിന് ഡിഫറെന്റ് ഫോംസ് ഓഫ് കാർബൺ ഉണ്ട്. ഇനി എന്താണ് ഈ അമോർഫസ് കാർബൺ എന്ന് പറഞ്ഞാൽ? കോക്ക്, കോൾ, ചാർക്കോൾ, ബോൺ ചാർക്കോൾ എക്സെട്ര ആർ നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞത് ഗ്രാഫൈറ്റും ഡയമണ്ടും ഒക്കെ കാർബണിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുകളായിരുന്നു. അപ്പൊ അതിന്റെ പരലാകൃതിയിലുള്ള രൂപാന്തരങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, അലോട്രോപ്സ് ആണ്. അതൊക്കെ ഡയമണ്ടും ഗ്രാഫൈറ്റും. എന്നാൽ പിന്നെ ഈ അമോർഫസ് കാർബൺ എന്ന് പറയുന്നത് കാർബണിന്റെ നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ആണ്. അപ്പൊ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങൾ. അതിന് എക്സാമ്പിളാണ് ഈ പറയുന്ന കോക്ക് കരി, കോള് കൽക്കരി, ചാർക്കോള്, ബോൺ ചാർക്കോള് മരക്കരി, എല്ലുകരി, അതൊക്കെയാണ് കാർബണിന്റെ നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പൊ ഈ നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെ എന്തോന്ന് വിളിക്കുന്നത്? അമോർഫസ് കാർബൺ എന്ന് വിളിക്കുന്നത്. മനസ്സിലായ അമോർഫസ് കാർബൺ എന്താണെന്ന്? അതായത് കാർബണിന്റെ നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിനെയാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണം? കോക്ക്, കോള്, ചാർക്കോള്, ബോൺ ചാർക്കോൾ എക്സെട്ര. കരി, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവ. അപ്പൊ ദിസ് ആർ കോമൺലി കാൾഡ് അമോർഫസ് കാർബൺ. അപ്പൊ അമോർഫസ് കാർബൺ എന്താണെന്നും അതിന് എക്സാമ്പിൾ ഏതാണെന്നും ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ. അതിന്റെ ആൻസർ നോട്ട് ബുക്കിലോട്ട് എടുത്ത് എഴുതണം. ഓരോ ക്വസ്റ്റിനും ആൻസർ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോട്ട് ബുക്കിലോട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇനി കാർബണിന്റെ കോമ്പൗണ്ടുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാർബണിന്റെ ഒരു പ്രധാന കോമ്പൗണ്ട് നമുക്കറിയാം. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? CO2, which is the main carbon compound present in the atmosphere. അന്തരീക്ഷത്തിലുള്ള കാർബണിന്റെ പ്രധാന കോമ്പൗണ്ട്. എല്ലാ വസ്തുക്കളും കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക, അതായത് അതിലെന്തോന്ന് അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. CO2 ആണ്. Which is the main compound formed during the combustion of carbon or carbon compounds. Is the main compound formed during the combustion of carbon or carbon compounds. അപ്പോൾ കാർബണും കാർബൺ കോമ്പൗണ്ട്സും കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന കോമ്പൗണ്ട് അത് തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി സൈഡിൽ ഒരു ഫുള്ളറിങ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് കാർബണിന്റെ അലോട്രോപ്സിന്റെ കാര്യത്തില് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിങ് എന്ന് പറയുന്ന ഒരു അലോട്രോപ്പിനെ പറ്റി പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇപ്പൊ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു വായിച്ചു പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഫുള്ളറിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു പഠിക്കാനായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഫുള്ളറിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലുക്ക് അറ്റ് ദി സ്ട്രക്ചർ ഓഫ് അനദർ അലോട്രോപ്പ് ഓഫ് കാർബണിന്റെ ഫുള്ളറിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ. ഹോളോ സ്ട്രക്ചർ, ഒരു പൊള്ളയായ രൂപമാണ്. കൺസിസ്റ്റിംഗ് ഓഫ് പെന്റഗൺസ് ആൻഡ് ഹെക്സഗൺസ്. 5 വശങ്ങളും 6 വശങ്ങളും ഉള്ള കാർബൺ ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെ എന്തോന്നാണ് ഫുള്ളറിൻ. They are known as buckyballs. ഈ ഫുള്ളറിന് വേറൊരു പേരുണ്ട്, ബക്കിബാൾസ് എന്ന് അറിയപ്പെടും. ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിന് ബക്കിബാൾസ് എന്ന പേര് വന്നത്. ഫുള്ളറിൻസ് വിത്ത് സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആർ കാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആൻഡ് they are known as ബക്കി ട്യൂബ്സ്. ഇനി അതിന്റെ ബക്കി ബോൾസ്, ബോളിന്റെ രൂപത്തിൽ, ഇനി സിലിണ്ടറിന്റെ രൂപത്തിലുള്ള ഫുള്ളറിന്റെ അലോട്രോപ്സിനെ വിളിക്കുന്നത് നാനോ ട്യൂബ്സ്, കാർബൺ നാനോ ട്യൂബ്സ്, ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കും. They could revolutionize in the field of information. IT ഫീൽഡിലൊക്കെ ഇത് റെവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കൂടുതലൊന്നും പിന്നെ വായിച്ച് പഠിച്ചാൽ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മുമ്പൊക്കെ ഉള്ളതാണെങ്കിൽ അത് പ്രധാനമായിട്ടും പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ, ഫുള്ളറിന്റെ ആ ഘടന എന്താണെന്ന് മനസ്സിലായല്ലോ. അതിനു വേണ്ടിയാണ് അത് വായിച്ചത്. അപ്പോൾ ഫുള്ളറിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കുക. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് പോവാം. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് അറേഞ്ച്മെന്റ് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ലാബ്. ഒരു ലാബിൽ നിങ്ങൾ എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യും, ഉണ്ടാക്കും, അതിന്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് ആവശ്യമായ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എടുക്കണം. കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എന്താണ്? കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പ് കല്ലെന്ന് പറയും. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ മാർബിൾ എടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കണം.
അത് പൊടിച്ചിടണം. ആ പൊടിച്ച കാൽസ്യം കാർബണേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഡയലൂട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കണം ജാറിൽ. എന്നിട്ട് അതിനെ ഒരു കോർക്ക് കൊണ്ട് ക്ലോസ് ചെയ്യുക, അതിനെ അടയ്ക്കുക. അതിനുശേഷം അതിൽ കൂടി പിന്നെ ഒരു ഡെലിവറി ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ട്യൂബ് വേറൊരു ഗ്യാസ് ജാറിലേക്ക് ഇറക്കി വയ്ക്കുക. ഗ്യാസ് ജാർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കളക്ട് ചെയ്യാനുള്ള ജാറ്. അവിടെ എന്നിട്ട് നമ്മള് കുറച്ച് സമയം കഴിഞ്ഞ് നിരീക്ഷിച്ചാൽ അപ്പൊ ഇവിടെ റിയാക്ടന്റ് ഏതൊക്കെയാണ് ഉപയോഗിച്ച റിയാക്ടന്റ് അഭികാരം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ് CaCO3യും ഡയലൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ് ഇവിടെ റിയാക്ടന്റ്. അപ്പൊ ഉണ്ടായ പ്രോഡക്റ്റ് എന്തോന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? എന്തൊക്കെയായിരിക്കും പ്രോഡക്റ്റ്? കാൽസ്യം കാർബണേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റിലെ കാൽസ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ക്ലോറിനും കൂടെ ചേർന്ന് കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. CaCl2 ഉണ്ടാവും. CaCl2 ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു വാതകം ഉണ്ടാവും. ഏത് വാതകമാണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? കാൽസ്യം കാർബണേറ്റില് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബണേറ്റ് CO3, അതിൽ CO2 ഉണ്ട്. CO2 ഗ്യാസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ വാട്ടറും ഉണ്ടാവും. അപ്പൊ എത്രയാണ് കാൽസ്യം കാർബണേറ്റും ഡയലൂട്ട് HCl എന്നുള്ള കെമിക്കൽ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ formation of carbon dioxide gas, അല്ലെങ്കിൽ reaction between calcium carbonate and dilute HCl. What are the product formed? കാൽസ്യം കാർബണേറ്റ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, CaCl2, H2O, CO2. അതാണ് അവിടുത്തെ പ്രോഡക്റ്റ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് എന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? How can we identify that the gas formed here is carbon dioxide? കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? അത് നമ്മൾ നേരത്തെ ഇതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ക്ലിയർ ലൈം വാട്ടറിൽ കൂടെ കടത്തി വിട്ടാൽ ഇറ്റ് ടേൺസ് മിൽക്കി. തെളിഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അതെന്തോന്നായിട്ട് മാറും? ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി മാറിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് മനസ്സിലാക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രോപ്പർട്ടീസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാം. എന്താണ്? കളറുടെ ഗ്യാസ് ആണ്. പ്രത്യേകിച്ച് കളർ ഉണ്ടോ? ഇല്ല, കളർലെസ് ഗ്യാസ് ആണ്. സപ്പോർട്ടർ ഓഫ് കമ്പസ്റ്റൻ ഓർ നോട്ട് എ സപ്പോർട്ടർ ഓഫ് കമ്പസ്റ്റൻ? കത്താൻ സഹായിക്കുന്നുണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ്? ഇല്ല, കത്താൻ സഹായിക്കുന്നില്ല. നോട്ട് എ സപ്പോർട്ടർ ഓഫ് കമ്പസ്റ്റൻ, ജ്വലനത്തിന് സഹായിക്കുന്നില്ല. ഓർഡർ ഓർ ഓർഡർലെസ്? സ്മെല്ലുണ്ടോ? അതിന് ഗന്ധം ഉണ്ടോ? ഇല്ല. ഡെൻസർ ദാൻ എയർ ഓർ ലൈറ്റർ ദാൻ എയർ? വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണോ കുറവാണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഡെൻസർ ദാൻ എയർ ആണ്. ഇനി വെദർ ദ അക്വസ് സൊല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് അസിഡിക് ഓർ ആൽക്കലൈൻ? ഇനി പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചു കിട്ടുന്ന സൊല്യൂഷൻ ലായനിയാണ് എന്തെന്ന് പറയുന്നത്? അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അക്വസ് സൊല്യൂഷൻ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ഒരു ആസിഡാണ് ഉണ്ടാവുന്നത്. കാർബോണിക് ആസിഡാണ്. എന്താണ്? കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡ വാട്ടറാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ കാർബണിന്റെ അക്വസ് സൊല്യൂഷന് ഏത് നേച്ചറായിരിക്കും? അസിഡിക് നേച്ചറായിരിക്കും. കാർബണിന്റെ അക്വസ് സൊല്യൂഷന് അസിഡിക് നേച്ചറായിരിക്കും. ഇല്ലെങ്കിൽ ഒരു ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അസിഡിക് നേച്ചർ കൺഫേം ചെയ്യാം. എന്താണ്? ഒരു ബ്ലൂ ലിറ്റ്മസ് കാണിച്ചാൽ എന്തോന്നായി മാറും? റെഡ് ആവും. അങ്ങനെയാണെങ്കിൽ അത് അതിൻ്റെ നേച്ചർ എന്തോന്നായിരിക്കും? അസിഡിക് നേച്ചറായിരിക്കും. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് യൂസ് ഓഫ് സം കാർബണേറ്റ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, നമുക്ക് ഒരുപാട് കാർബണേറ്റുകൾ എഴുതാം. ഇവയെല്ലാം സാൾട്ടുകളാണ്. അവയെല്ലാം തന്നെ ലവണങ്ങളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കാർബണേറ്റ് ആണെന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ തിരിച്ചറിയാം? തന്നിരിക്കുന്നത് സബ്സ്റ്റൻസ് കാർബണേറ്റ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ആഡ് സം ഡയലൂട്ട് HCl ടു ദ ഗിവൺ സാൾട്ട്. നമുക്ക് തന്നിരിക്കുന്ന സാൾട്ടിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. സം ഡയലൂട്ട് HCl ടു ദ ഗിവൺ സാൾട്ട്. ഇഫ് എ കളർലെസ് ഗ്യാസ് ദാറ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി ഈസ് ഫോംഡ്, that salt will be a carbonate. You know that the gas formed is carbon dioxide. അപ്പോൾ എങ്ങനെ നമുക്ക് കാർബണേറ്റ് തിരിച്ചറിയാം? അതായത് ആഡ് സം ഡയലൂട്ട് HCl, നമുക്ക് തന്നിരിക്കുന്ന സാൾട്ടിലേക്ക്
കുറച്ച് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു കളർലെസ് ഗ്യാസ് ഫോം ചെയ്യും. ഇത് ലൈം വാട്ടറിനെ മിൽക്കിയാക്കും. അതായത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിനെ പാൽ നിറമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്തോന്ന് തിരിച്ചറിയുന്നത്? കാർബണേറ്റ് തിരിച്ചറിയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയാലും കാർബണേറ്റ് ആയാലും തിരിച്ചറിയുന്നതിന് ഈ എക്സ്പെരിമെൻ്റാണ് ഉപയോഗിക്കുന്നത്. തന്നിരിക്കുന്ന സാൾട്ടിലേക്ക് HCl ആഡ് ചെയ്ത ഒരു കളർലെസ് ഗ്യാസ് ഉണ്ടാവും. അത് ലൈം വാട്ടർ മിൽക്കിയാക്കും. ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറമാക്കും. The variety of carbon compounds is essential for the existence of life on the earth. Figure 7.4 shows the ways in which carbon dioxide is exchanged over the earth. This is known as carbon cycle. അതായത് ഈ കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓരോ കാര്യത്തിന് നമ്മൾ ഉപയോഗിച്ചാലും അത് വീണ്ടും തിരിച്ച് എവിടെ തന്നെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്? അറ്റ്മോസ്ഫിയറിൽ തന്നെ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫുഡ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസിൽ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെപ്പോഴാണ് അറ്റ്മോസ്ഫിയറിൽ തിരിച്ചു വരുന്നത്? എങ്ങനെയാണ്? ഈ പ്ലാന്റ്സ് നമ്മൾ വിറക് ആയി കത്തുമ്പോൾ വരും. പിന്നെ അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് വരുന്നത്? ഈ പ്ലാന്റ്സ് ഒക്കെ ചീഞ്ഞഴുകുമ്പോഴും ആ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഓരോ ആനിമൽസ് ആയാലും ഉപയോഗിക്കുന്നതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ എവിടെ വരുമെന്നാണ് പറയുന്നത്? തിരിച്ച് അവരിപ്പോൾ ആനിമൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാന്റ്സ് ഭക്ഷിക്കുന്ന അനിമൽസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നത്? എങ്ങനെയാണ്? അവരുടെ ശ്വസനത്തിലൂടെ, അല്ലേ? ജീവജാലങ്ങൾ ശ്വസനത്തിൽ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നില്ലേ? അപ്പോഴെന്ത് ചെയ്യും? ഇവ അന്തരീക്ഷത്തിൽ എത്തിച്ചേരും. അങ്ങനെ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതൊന്നാണ് ഈ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നതിനോടൊപ്പം അത് തിരിച്ച് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ നെയിം ദ പ്രോസസ് ബൈ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരെന്താണ്? പ്രക്രിയക്ക് വിളിക്കുന്ന പേര് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്നാണ് വിളിക്കുന്നത്. What are the activities that increase the amount of carbon dioxide in air? ഇനി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുന്നതുകൊണ്ടുള്ള എന്തൊക്കെ ചെയ്താലാണ് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നതിനുള്ള കാരണം? ഇവിടെ ഒന്നാണ്, അതായത് നമ്മൾ കമ്പസ്റ്റൻ, അതായത് ജ്വലനത്തിലൂടെ വസ്തുക്കൾ കത്തുമ്പോഴാണ് കൂടുതലും എന്തോന്നുണ്ടാകുന്നത്? അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. Is the tremendous increase in the amount of carbon dioxide in atmosphere is advantageous? അങ്ങനെ നമ്മൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് അഭികാമ്യമാണോ? അത് നമ്മുടെ അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിന് യോജിച്ചതാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമാണോ? ദ ട്രമൻഡസ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് അറ്റ്മോസ്ഫിയർ അഡ്വാൻറ്റേജസ് ആണോ? എന്താണ് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ചെന്നാലുള്ള കുഴപ്പം? നമുക്കൊന്ന് നോക്കാം. അതായത് ഈ അൾട്രാവയലറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ് റീച്ച് എർത്ത് സർഫസ് അലോങ് വിത്ത് സൺ റേസ്. നമ്മുടെ ഭൂമിയിൽ സൂര്യപ്രകാശത്തോടൊപ്പം ഏതൊക്കെ രശ്മികൾ വരുന്നുണ്ട്? അൾട്രാവയലറ്റ് രശ്മികൾ, ഇൻഫ്രാറെഡ് റേസും വരുന്നുണ്ട് ഭൂമിയിലേക്ക്. ഈ ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചൂട് തരുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഹീറ്റ് റേഡിയേറ്റ് റേസ് ആണ് ഇൻഫ്രാറെഡ് റേസ്. അപ്പോൾ അത് ഭൂമിയിൽ വന്നിട്ട് അത് തിരിച്ചു പോകും. Carbon dioxide present in the atmosphere traps a part of the infrared radiations. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൂടി വരുന്നത്, അവിടെ ഒരു കട്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു ലെയർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇൻഫ്രാറെഡ് റേസ് എവിടെ പോകില്ല? ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ആൻഡ് റേഡിയേറ്റഡ് ഫ്രം ദ എർത്ത്. അത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? എർത്തിൽ തന്നെ തങ്ങും. ഈ റേഡിയന്റ് റേസ്, അതായത് നമുക്ക് ചൂട് തരുന്ന ഹീറ്റ് റേഡിയന്റ് റേസ്, അത് ഇവിടുത്തെ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിസ്റ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. അപ്പോൾ ഈ റേഡിയന്റ് റേസ് ഭൂമിയിൽ തന്നെ റീറ്റെയിൻ ചെയ്താൽ എന്താണ് അതിന്റെ കോൺസിക്വൻസ്? അതിന്റെ പരിണത ഫലം എന്താണ്? അവിടെ ടെമ്പറേച്ചർ കൂടും, ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ താപനില കൂടും. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇൻക്രീസ്ഡ്.
കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിൽ കൂടുന്നതിനനുസരിച്ച് ഇൻഫ്രാറെഡ് റേഡിയന്റ് ഗെറ്റ് ട്രാപ്ഡ്, ഇവിടെ തന്നെ അങ്ങ് തങ്ങി നിൽക്കും, അതിന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ താപനില കൂടും, ആഗോളതാപനം, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. അപ്പൊ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം എന്തോന്നാണ്, ട്രമൻഡസ് ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതായത് ഈ റേഡിയന്റ് റേസിന്, ഇൻഫ്രാറെഡ് റേസും പിന്നെ ഇൻഫ്രാറെഡ് റേസിന് അല്ലെങ്കിൽ തിരിച്ചു പോകാൻ കഴിയില്ല, ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാതെ ദി ട്രാപ്ഡ് ഹിയർ, അത് ഇവിടെ തങ്ങുകയും ആസ് എ റിസൾട്ട് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയറിൽ താപനില, എർത്തിലെ അറ്റ്മോസ്ഫിയറിൽ താപനില കൂടുകയും ഇറ്റ് കാസസ് ഗ്ലോബൽ വാർമിംഗ്, അതെന്തോന്നിന് കാരണമാവുകയും ചെയ്യുന്നു, ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എന്താണ് ഗ്ലോബൽ വാർമിംഗ്. The process of increasing atmospheric temperature due to the increase in the amount of carbon dioxide in the atmosphere is called greenhouse effect എന്ന് പറയും. ഗ്രീൻഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിതാലയ പ്രഭാവം. ഹരിതാലയ പ്രഭാവം എന്ന് പറഞ്ഞാൽ ഹരിതഗൃഹപ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ, അതായത് അന്തരീക്ഷത്തിലെ താപനില ഉയരുന്ന പ്രതിഭാസം. എങ്ങനെ, ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ അന്തരീക്ഷ താപനില ഉയരുന്ന പ്രക്രിയയാണ് എന്തോന്ന് പറയുന്നത്, ഹരിതഗൃഹപ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ due to the increase in the amount of carbon dioxide in the atmosphere is called greenhouse effect. As a result of the greenhouse effect, ഈ greenhouse effectന്റെ ഫലമായി the average temperature of the earth and atmosphere increases, അതായത് പിന്നെ ഭൂമിയുടെയും അന്തരീക്ഷത്തിലെയും ശരാശരി താപനില ഉയരുന്നു. ഇതിന്റെ ഫലമായിട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഫലമായിട്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഫലമായി ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്, അതിന്റെ ശരാശരി താപനില, എർത്തിന്റെയും അറ്റ്മോസ്ഫിയറിന്റെയും ശരാശരി താപനില ഉയരുന്നതിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്, ആഗോളതാപനം എന്ന് പറയുന്നത്. മനസ്സിലായാലോ? ആഗോളതാപനം പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എന്ത് പറയുന്നു, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറയണം, എന്നിട്ട് അതുമായി ബന്ധിച്ചാണ് പിന്നെ അതിന്റെ ഡെഫിനിഷൻ പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഗ്ലോബൽ വാർമിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അത് എഴുതണം. എന്താണ് ആഗോളതാപനം? അപ്പൊ ആദ്യം എഴുതാനുള്ളത് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് പിന്നെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അന്തരീക്ഷ താപനില ഉയരുന്ന പ്രോസസ്സിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ആ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ ഫലമായിട്ട് ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്, അതായത് പിന്നെ എർത്തിലെ ശരാശരി താപനില ഉയരുന്നു. ഇതിനെയാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വാർമിങ്ങിന്റെ കോൺസിക്വൻസ് എന്തൊന്നാണ്, ഈ താപനില ഉയരുമ്പോഴത്തേക്ക് ഈ മഞ്ഞ് മലകളൊക്കെ ഉരുകി എന്തൊന്നുണ്ടാവും, സമുദ്രങ്ങൾ, അതായത് ഓഷനിലും ഒക്കെ വരികയും അവിടെ ഫ്ലഡ് ഉണ്ടാവുകയും ചെയ്യും, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിന് ഫലമായിട്ട് അതെല്ലാ രംഗത്തും അത് ബാധിക്കും, അല്ലേ? ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, പിന്നെ അതിൻ്റെ മാത്രമല്ല ക്ലൈമറ്റിനെയൊക്കെ ബാധിക്കും. അതാണ് അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഗ്ലോബൽ വാർമിങ്ങിന് പിന്നെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് എന്തോന്നാണ് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി അന്തരീക്ഷത്തിൽ എത്താതിരിക്കാൻ ശ്രമിക്കുക, അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത കാർബണിന്റെ ഒരു പ്രധാന കോമ്പൗണ്ട് എന്ന് പറയുന്നത് അതിനു മുമ്പ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ യൂസസും കൂടെ പറയണം, ഉപയോഗങ്ങളും കൂടെ പറയണം.
എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ? വാട്ട് ആർ ദ യൂസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ എന്താണ്? ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്. യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ തീ അണയ്ക്കാൻ അഗ്നിശമനിയായി ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്. ഇനി യൂസ്ഡ് ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അതായത് സോഡ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ശീതള പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. അതായത് എന്തോന്നാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് എന്തോന്നുണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അതിനെയാണ് എന്തോന്ന് വിളിക്കുന്നത്? കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ അത് ആസിഡായി മാറും. കാർബോണിക് ആസിഡ് ആണ് ഈ സോഡ വാട്ടർ. അപ്പൊ അതുപോലെ അത് കുറച്ച് എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാനും ഈ വെള്ളത്തിൽ തന്നെ കുറെ കളറും ടേസ്റ്റ് മേക്കറും ഒക്കെ ഇട്ടാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. ഇനി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. വാഷിംഗ് സോഡ അലക്കുകാരം, തുണിയൊക്കെ വാഷ് ചെയ്യുന്നതിനുള്ള കാരമായിട്ട് ഉപയോഗിക്കാം. വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ നമ്മൾ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടി എന്ന് പറയും. ബേക്കിംഗ് സോഡ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കാനും അലക്കാരുണ്ടാക്കാനും അപ്പക്കാരുണ്ടാക്കാനും എന്തോന്ന് ഉപയോഗിക്കുന്നു? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇനി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ. യൂറിയ പോലെയുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതാണ് വേറൊരു ഉപയോഗം. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാർബജൻ. കാർബജൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താണ് ഈ കാർബജൻ? കാർബജൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, അതായത് കൃത്രിമ ശ്വസനമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. അപ്പൊ അതാണ് കാർബജൻ എന്ന് പറയുന്നത്. അതില് 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. പിന്നെ ഓക്സിജൻ സിലിണ്ടറിൽ 95% ഓക്സിജനും 5% എന്തോന്നാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ദിറ്റ് ഈസ് കാർബജൻ. അപ്പൊ കാർബജൻ ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നതാണ് ഈ കാർബജൻ. അപ്പൊ അതിൽ എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ടാണ്? 95% ഓക്സിജനാണ്. പക്ഷെ എന്തോന്നും ഉണ്ട്? 5% കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അതാണ് കാർബജൻ. അപ്പൊ അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു യൂസാണ്. ഇനി സോളിഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരാവസ്ഥയിലാവും. അതിനെ തണുപ്പിച്ചതിനെ ഖരാവസ്ഥയിലാക്കാൻ പറ്റും. അത് ഗ്യാസ് ആണെങ്കിലും അതിനെ സോളിഡ് ഫോമിലാക്കാൻ കഴിയും തണുപ്പിക്കുമ്പോൾ. അതിനെ വിളിക്കുന്ന ഡ്രൈ ഐസ് എന്നാണ്. അപ്പൊ ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഐസിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് തണുപ്പിച്ചുണ്ടാക്കുന്ന ഐസാണ്. ഇസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ് ആൻഡ് ആൾസോ ടു ക്രിയേറ്റ് ഫോഗി എഫക്റ്റ് ഇൻ സ്റ്റേജ് ഷോസ്. ഒരു ശീതീകാരിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ സ്റ്റേജ് ഷോകളിൽ ഒരു മഞ്ഞിന്റെ ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയും നമുക്ക് ഈ ഡ്രൈ ഐസ് പെട്ടെന്ന് അത് മറ്റേ നമ്മുടെ വാട്ടർ ഐസായി പോലെ ഉരുകി പെട്ടെന്ന് ഇതായി മാറില്ല. കുറെ നേരം അതങ്ങനെ നിൽക്കും ഡ്രൈ ഐസ്. അതുകൊണ്ടാണ് അത് ഫോഗി എഫക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ യൂസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ ചിലവര് 3-4 പഠിച്ചു വെക്കുക, യൂസെങ്കിലും പഠിച്ചു വെക്കണം. വാട്ട് ആർ ദ 3 യൂസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 4-5 യൂസ് പറഞ്ഞിട്ടുണ്ട്. 2-3 ബൈഹാർട്ടാക്കി വയ്ക്കുക. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ, അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത് യൂസ് ടു മേക്ക് സോഡ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഡ ജലവെള്ളവും കൃത്രിമ പാനീയങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. തേർഡ് പോയിന്റ്, യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. അപ്പക്കാരും അലക്കുകാരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ പോലെയുള്ള രാസവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാർബജൻ, യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന കാർബജനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. എന്നിട്ട് കാർബജൻ എന്തോന്നാണ്? 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയതാണ് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉപയോഗിക്കുന്ന കാർബജൻ.
ഇനി the solid form of carbon dioxide is used as a refrigerant and also to create foggy effects in stage shows. അതായത് കാർബണിന്റെ ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ ഡ്രൈ ഐസ് എന്നാണ് വിളിക്കുന്നത്. അതിന് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്, ഒരു ശീതീകാരിയായി ഉപയോഗിക്കുന്നു. ആൻഡ് ആൾസോ ടു ക്രിയേറ്റ് ഫോഗി എഫക്റ്റ് ഇൻ സ്റ്റേജ് ഷോസ്. സ്റ്റേജ് ഷോകളിൽ ആ ഫോഗി എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, മഞ്ഞിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഏത് ഉപയോഗിക്കുന്നു? ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. ഇത്രയാണ് കാർബൺ ഡയോക്സൈഡിനെ പറ്റി പഠിക്കാനുള്ളത്.